കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ തട്ടകമാണ് പാല. കെ.എം. മാണിയുടെ സ്വന്തം പാല. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ.എം. മാണിയുടെ മകൻ ജോസ് കെ മാണി പാലയിൽ പരാജയപ്പെട്ടു. മാണി സി കാപ്പനോട് തികച്ചും അപ്രതീക്ഷിതമായ പരാജയം. ജയിച്ചിരുന്നെങ്കിൽ ജോസ് കെ മാണി മന്ത്രിയാകുമായിരുന്നു. പക്ഷേ ജയിച്ചില്ല ജോസ് കെ മാണി. മാണി സി കാപ്പൻ ജയിച്ചു കയറി. എന്തായാലും പാല തിരിച്ചു പിടിക്കേണ്ടത് ജോസ് കെ മാണിയുടെ അനിവാര്യതയാണ്. കാരണം ആസ്ഥാനം നഷ്ടപ്പെട്ട രീതിയിലായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. പാലയാണല്ലോ അവരുടെ ആസ്ഥാനം. പാലയിലെ പരാജയം ജോസ് കെ മാണിയെ പിടിച്ചുലച്ചു. ഇപ്പോഴിതാ പാല പിടിക്കാൻ തുറുപ്പ് ചീട്ടിനെ തന്നെ ഇറക്കിയിരിക്കുന്നു ജോസ് കെ മാണി. ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കും. അർബുദരോഗത്തെ കീഴടക്കി അർബുദരോഗത്തിനെതിരായ അവബോധം നടത്തുന്ന നിഷ ജനങ്ങൾക്കിടയിൽ സുപരിചിതയാണ്. എഴുത്തുകാരിയാണ്. അതിലുപരി ജനകീയയാണ്. നിഷ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്ന് ഉറപ്പായതോടുകൂടി പാല വീണ്ടും ശ്രദ്ധയാകർഷിക്കുന്നു. ജോസ് കെ മാണി സുരക്ഷിത മണ്ഡലം തേടി പോകും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ശക്തമായ പിന്തുണയാണ് LDFന് വൻ വിജയം നേടിക്കൊടുത്തത്. ഏറ്റുമാനൂരിൽ VN വാസവൻ ജയിച്ചതൊക്കെ മാണി ഗ്രൂപ്പിൻ്റെയും കൂടി പിന്തുണ കൊണ്ടാണ്. മാണി ഗ്രൂപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശക്തി തെളിയിച്ചു. റോഷി അഗസ്റ്റിനും ജയരാജുമൊക്കെ ജയിച്ചു കയറി. പക്ഷേ കപ്പിത്താൻ തോറ്റു. അതാണ് മാണി ഗ്രൂപ്പിന് വലിയ തിരിച്ചടിയായി മാറിയത്. കപ്പിത്താൻ തോൽക്കേണ്ടി വന്ന അവസ്ഥ അതാണ് മാണി ഗ്രൂപ്പിനെ വിഷമിപ്പിച്ചത്. 5 സീറ്റാണ് മാണി ഗ്രൂപ്പ് നേടിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും ജോസ് കെ മാണിക്ക് പാലയിൽ ഒരിക്കൽ കൂടി നിൽക്കാൻ ധൈര്യമില്ല. കഴിഞ്ഞ തവണ ജോസ് കെ മാണിക്ക് എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ടായിരുന്നു. കെ.എം. മാണിയുടെ സഹതാപ തരംഗം അടക്കമുള്ള അനുകൂല ഘടകങ്ങൾ. പക്ഷേ അവിടെ ജോസ് കെ മാണി പരാജയപ്പെട്ടു. ഇനിയൊരംഗത്തിന് ജോസ് കെ മാണി ഇറങ്ങിയാൽ മാണി സി കാപ്പനോട് ജയിക്കാൻ പാടാണ്. കാരണം മാണി സി കാപ്പൻ പാലയിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. UDFന്റെ പിന്തുണയോടെയാണ് മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ മലർത്തിയടിച്ചത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരാജയം. ഇനി പാലയിൽ നിൽക്കുന്ന കാര്യം ജോസ് കെ മാണി ആലോചിക്കുന്നില്ല. പകരം തൻ്റെ ഭാര്യ നിഷ ജോസ് കെ മാണിയെ പാലയിൽ പരീക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലേക്ക് പോകുമെന്ന ചർച്ചയൊക്കെ നടന്നിരുന്നു. പക്ഷേ ജോസ് കെ മാണി അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ LDFനോടൊപ്പം ഉറച്ചു നിൽക്കും. ജോസ് കെ മാണിയെ ഒരുപാട് വേദനിപ്പിച്ചാണ് UDF പുറന്തള്ളിയത്. കേരള കോൺഗ്രസിൽ ആകെ ആൾക്കാരുള്ളത് ജോസ് കെ മാണിക്കാണ്, മാണി ഗ്രൂപ്പിനാണ്. ജോസഫ് ഗ്രൂപ്പിനും ജേക്കബ് ഗ്രൂപ്പിനുമൊക്കെ നേതാക്കൾ മാത്രമേ ഉള്ളൂ, അണികൾ ഇല്ല. അതേസമയം മാണി ഗ്രൂപ്പിന് പാലയിൽ ഉറച്ച അണികളുണ്ട്. പാലയിൽ മാത്രമല്ല, കോട്ടയത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്ക് സ്വാധീനമുണ്ട്. ആ സ്വാധീനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFനെ ഏറെ തുണയ്ക്കുകയും ചെയ്തു. ഏറ്റുമാനൂരൊക്കെ നല്ല സ്വാധീനമുണ്ട് ജോസ് കെ മാണിക്ക്. പൂഞ്ഞാറിലും നല്ല സ്വാധീനമുണ്ട് അദ്ദേഹത്തിന്. എന്തായാലും ജോസ് കെ മാണി നിഷ ജോസ് കെ മാണിയെ ഇറക്കാൻ തീരുമാനിച്ചതോടെ പാലയിൽ അംഗം പൊടിപാറും. മാണി സി കാപ്പനും നിഷ ജോസ് കെ മാണിയും തമ്മിലായിരിക്കും പ്രധാന അംഗം. ആ അംഗത്തിന് എല്ലാ യോഗ്യതയുമുണ്ട് നിഷയ്ക്ക്.
അർബുദത്തിനെതിരെ ബാധിതയായ നിഷ അർബുദത്തിൽ നിന്ന് മോചനം നേടി. അർബുദത്തിനെതിരെ അവബോധം നടത്തുന്നു നിഷ ഇപ്പോൾ. നിഷയുടെ പുസ്തകം വലിയ വിവാദമായിരുന്നു. ഒരു പ്രമുഖ കേരള കോൺഗ്രസ്സുകാരൻ്റെ മകൻ, ഇപ്പോൾ കേരള കോൺഗ്രസ്സിൽ ഇല്ലാത്ത വ്യക്തി, ഇപ്പോൾ UDFിലേക്ക് പോയ വ്യക്തി, അയാളുടെ മകൻ തന്നെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് തൻ്റെ പുസ്തകത്തിൽ നിഷ തുറന്നെഴുതിയത് വലിയ വിവാദമായി മാറി. പാലയിൽ സുപരിചിതയാണ് നിഷ. സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിക്കുന്നു നിഷ. എന്തായാലും നിഷയുടെ രാഷ്ട്രീയ രംഗപ്രവേശം മാണി ഗ്രൂപ്പിനെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ്. മാണി ഗ്രൂപ്പിൽ അസംതൃപ്തർ ഏറെയുണ്ട്. ആ അസംതൃപ്തരെ വലവീശി പിടിക്കാൻ ജോസഫ് ഗ്രൂപ്പ് ശ്രമിക്കുന്നു. അതിനായി ജോസഫ് ഗ്രൂപ്പിലെ അപ്പു ജോസഫ് ഇറങ്ങിക്കഴിഞ്ഞു, നമ്മുടെ ജോസഫിൻ്റെ മകൻ. പക്ഷേ അതിലൊന്നും വലിയ അർത്ഥമില്ല എന്ന് നിഷ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ രംഗപ്രവേശം തെളിയിക്കും. നേരത്തെ തന്നെ പാലയിൽ നിഷ നിൽക്കുമെന്ന് ശ്രുതിയുണ്ടായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ ജോസ് കെ മാണി കയറി അങ്ങ് നിന്നു. അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ തോൽപ്പിച്ചത് മാണി ഗ്രൂപ്പിന് ആകെ മൊത്തം ക്ഷീണമായി മാറി. ജോസ് കെ മാണി ജയിച്ചില്ലെങ്കിൽ എന്തോന്ന് മാണി ഗ്രൂപ്പ്. ഇത്തവണ തൻ്റെ ഭാര്യയെ തന്നെ തുറുപ്പ് ഗുലാനാക്കിയിരിക്കുന്നു ജോസ് കെ മാണി. പാലയിൽ അംഗം മുറുകുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിഷ ജോസ് കെ മാണിയുടെ സാന്നിധ്യം LDFന് ആകമാനം ആവേശം പകരും. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ് നിഷ ജോസ് കെ മാണി. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന നിഷയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ട പാല പിടിച്ചെടുക്കാം എന്ന് ജോസ് കെ മാണി കരുതുന്നു. KM മാണിയെ പോലെ രാഷ്ട്രീയ തന്ത്രജ്ഞനല്ലെങ്കിലും ജോസ് കെ മാണിക്ക് കളികൾ അറിയാം. അച്ഛൻ്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയം പഠിച്ച വ്യക്തിയാണ് ജോസ് കെ മാണി. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാളിപ്പോയി. അത് വലിയ ഒരു അട്ടിമറി തന്നെയായിരുന്നു. മാണിയുടെ സഹതാപ തരംഗം നിലനിന്ന മണ്ഡലത്തിൽ LDFനോട് ജോസ് കെ മാണി ചേർന്ന സാഹചര്യത്തിൽ ആ വിജയം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ജോസ് കെ മാണിക്ക് അനിവാര്യമായിരുന്നു. എന്നാൽ മാണി സി കാപ്പൻ അവിടെ ജയിച്ചു കയറി. ഇത്തവണ നിഷയ്ക്ക് മുമ്പിൽ മാണി സി കാപ്പൻ കടുക്കും എന്നുള്ളത് ഉറപ്പാണ്. പാലയിൽ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. നിഷ ജോസ് കെ മാണി പാലയിൽ ഇറങ്ങുന്നു. പാലയിലെ അംഗം കൊടുമ്പിരി കൊള്ളും എന്നുള്ളത് ഉറപ്പാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നിഷ തുടങ്ങിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ നിഷ കേരളീയർക്ക് പരിചിതമാണ്. ക്യാൻസറിനെതിരായ അവബോധം, മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ, ഇതൊക്കെ നിഷ ചർച്ചയാക്കി മാറ്റുന്നു. എന്തായാലും പാലയിൽ നിഷ ജോസ് കെ മാണി ഇറങ്ങും. നഷ്ടപ്പെട്ട കേരള കോൺഗ്രസിലെ മാണി ഗ്രൂപ്പിന് നഷ്ടപ്പെട്ട പാല പിടിച്ചെടുക്കാൻ.